KCBC-യുമായിട്ട് ലീഗ് നേതൃത്വത്തിന് നല്ല ബന്ധം തന്നെയാണുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷവും ലീഗ് നേതൃത്വം KCBC നേതൃത്വമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചയുടെ അവസാനം ഒരു സമവായം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാം എല്ലാവരും നിൽക്കുന്നത്. പിന്നെ നമുക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു BJP വെച്ചിരിക്കുന്ന ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ നിയമം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മതസ്വാതന്ത്ര്യം ഹനിക്കുന്ന ഒരു നിയമമായിട്ടാണ് ലീഗ് ഇതിനെ കാണുന്നത്. അതിന് ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വഖഫ് എന്ന് പറയുന്നത് ഒരു വിശ്വാസി ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന സ്വത്താണ് ഈ വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ട ബോർഡിൽ വിശ്വാസികളാണ് ഉണ്ടാകേണ്ടതെന്നുള്ളതാണ്, അതാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് അതിനകത്ത് വിശ്വാസികൾ മാത്രമല്ലാത്ത ആളുകളെല്ലാം അതിനകത്ത് കടന്നു കയറുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അമ്പല കമ്മിറ്റികളോ അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച് കമ്മിറ്റികളോ എല്ലാം അവിശ്വാസികൾ, അതായത് ആ സമുദായത്തിൽപ്പെടാത്ത ആളുകൾ കൂടി കയറുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനെയാണ് ലീഗ് എതിർക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്, ഒരു ലാർജർ പിക്ചറാണത്. അപ്പോൾ ഇതിപ്പോൾ ഒറ്റൊരു ഇഷ്യൂവിലാണ് ഇപ്പോൾ KCBC ഇപ്പോൾ ഈ എഴുത്തൊക്കെ എഴുതിയിരിക്കുന്നത്. അതായത് മുനമ്പം ഇഷ്യൂവിലാണ് ഈ എഴുത്തൊക്കെ എഴുതിയിരിക്കുന്നത്. മുനമ്പം ഇഷ്യൂവിൽ അതിൻ്റേതായിട്ടുള്ള പരിഹാരം എന്താണെന്നുള്ളത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം സംഘടനകൾ യോഗത്തിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പൈസ കൊടുത്തിട്ട് അവിടെ താമസിക്കുന്ന ആളുകളെ ആരെയും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള നയമാണത്. അതിപ്പോൾ വഖഫ് ആണെന്നോ അല്ലെങ്കിൽ അല്ലെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വഖഫാണോ അല്ലേ ഉള്ളതെല്ലാം ഇപ്പോൾ കോടതികളിൽ പെൻഡിങ് ആണ്. അപ്പോൾ ആ ഇഷ്യൂം ഇതുമായിട്ട് കൂട്ടിക്കലർത്താതെ ഈ വഖഫ് ബില്ലിൽ വന്നിരിക്കുന്ന അപകടങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് നേതൃത്വവും KCBC-യുമായുള്ള ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സമവായം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതാണ് മറ്റേ BJP കൊണ്ടുവന്നിരിക്കുന്ന ഒരു നരേറ്റീവ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ പോലും മുനമ്പത്തെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നീതിയും കിട്ടുകയില്ല. നീതി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു സൊല്യൂഷൻ മാത്രമേ അതിനകത്തൊരു വഴിയുള്ളൂ എന്നുള്ളതാണ് ലീഗിൻ്റെ നിലപാട്. ഇപ്പോൾ പുതിയ ബില്ലനുസരിച്ചിട്ട് ഒരു വഖഫ് ഭൂമി ആകണമെന്നുണ്ടെങ്കിൽ ആ വഖഫിൽ നുള്ള ആധാരം എന്താണ് രേഖ എന്നുള്ളതും, അതേപോലെ തന്നെ എന്നാണ് വഖഫ് ചെയ്തതെന്നുള്ളതും, ആരാണ് ഈ വഖഫ് കൊടുത്തതെന്നുള്ള ഈ രേഖകളെല്ലാം ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭൂമി വഖഫായി മാറുമെന്നുള്ളതാണ് പുതിയ നിയമത്തിലും പറയുന്നത്. മുനമ്പത്തെ സംബന്ധിച്ചതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുനമ്പത്തിന് ഈ പുതിയ നിയമം ഒരു പോംവഴിയാകും, സഹായമാകും എന്നുള്ള BJP-യുടെ നറേറ്റീവിനകത്ത് വലിയ സത്യമൊന്നുമില്ല. അത് ശരിക്കും എല്ലാവരും തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മുനമ്പത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പരിഹാര ഫോർമുല നമ്മളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അവിടെ ആരും കുടിയൊഴിപ്പിക്കില്ല എന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിനകത്ത് ഒരു പരിഹാരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ സർക്കാരാണ് അതിനകത്ത് ഏത് രീതിയിലാണ് നടപ്പാക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷേ വഖഫ് ബില്ലെന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യത്തെയും അതേപോലെ തന്നെ ഭരണഘടനയ്ക്കെല്ലാം വിരുദ്ധമായിട്ടൊരു നിയമമായതുകൊണ്ടാണ് നമ്മളതിനെ എതിർക്കുന്നത്. ഇന്നിപ്പോൾ ഈ KCBC-യുടെ നിലപാടിനെ പല കേന്ദ്രമന്ത്രിമാരും പിന്തുണയ്ക്കുന്നുണ്ട്. കിരൺ റിജിജു പറഞ്ഞത് ഈ ചിലർ വിഷലിപ്ത പ്രചാരണം ഈ വിഷയത്തിൽ നടത്തുന്നു എന്നതാണ്. അതൊക്കെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നത്? അല്ല, കേന്ദ്ര സർക്കാർ, അതേ ഞാൻ നേരത്തെ പറഞ്ഞു, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നറേറ്റീവ് ഉണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അജണ്ടയുണ്ട്, BJP-യുടെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട ഇപ്പോൾ മുനമ്പം വഴി നടപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് അതല്ല, ഇതൊരു ലാർജർ പിക്ചറാണിത്. ഇപ്പോൾ മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, അതേപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ചർച്ചുകളോ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ഇതര സമുദായ അംഗങ്ങളെയും കൂടി അതിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ ഒരു സ്ഥിതിവിശേഷം എന്താകും? അത് തന്നെയാണ് ഇപ്പോൾ വഖഫിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു നിയമമായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ശക്തിയായിട്ട് എതിർക്കുന്നതും മാത്രമല്ല ബാക്കിയുള്ളവർക്കിടത്തും ഇത് എതിർക്കാൻ പറയുന്നതും.